ഹലോ കൂട്ടുകാരെ, ഇത്തവണത്തെ ഓണസദ്യ വിഭവസമ്പന്നമാക്കാൻ അല്പം എരിവും പുളിയുമൊക്കെയുള്ള ഒരു കടുമാങ്ങ അച്ചാർ ഉണ്ടാക്കിയാലോ? വളരെ എളുപ്പത്തിൽ ഒട്ടും കേടുകൂടാത്ത രീതിയിൽ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് കാണാം. ആദ്യമേ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മാങ്ങ നന്നായിട്ട് കഴുകി തുടച്ചെടുത്തതിന് ശേഷം ചെറിയ പീസാക്കി കട്ടാക്കി വെക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ കായപ്പൊടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കുക. ഇനി ഒരു പാനിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കടുക് ഉലുവയും പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, വറ്റൽമുളകും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള പൊടികൾ ആഡ് ചെയ്യാം. ഞാൻ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ആഡ് ചെയ്തത്. ഇതിട്ടതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് കായപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഫ്ലെയിം വളരെ കുറച്ച് വെച്ചേക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി അതിനാവശ്യമായിട്ടുള്ള വിനീഗർ, ഞാനിവിടെ അധികം ഒന്നും ഒഴിക്കുന്നില്ല, 2 സ്പൂണാണ് ഒഴിച്ചത്. ഒഴിച്ചതിന് ശേഷം നമ്മുടെ ഫ്ലെയിം ഓഫാക്കി വെച്ച് അതൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ അതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. നമ്മൾ കടുമാങ്ങ അച്ചാറിടുമ്പോൾ ഒരിക്കലും മാങ്ങ കുക്കാക്കാൻ ശ്രമിക്കരുത്. ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ അത് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ മസ്റ്റായിട്ട് ഇത്തവണത്തെ ഓണസദ്യക്ക് നിങ്ങൾ